ശരിയാണ്, ചിലത് ഇല്ല. പക്ഷേ അതില്ല എന്ന് തോന്നുന്നത് തന്നെ ഒരു കണക്കെടുപ്പില്ല. അല്ലാതെ ആ ഇല്ലായ്മ ബാധിക്കുന്നതേയില്ല. അവൻ പോയതുകൊണ്ട്, അവൾ പോയതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അതിലൊരുത്തൻ പോയാൽ, ഒരുത്തി പോയാൽ, ഒത്തിരി വഴികളുണ്ട്. ഒന്ന് അടഞ്ഞു പോയാൽ, ഒത്തിരി സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, പോട്ടെ, പോയത് നന്നായെന്ന്, അതെ, അങ്ങനെ പോലും പറയുവാൻ കഴിയുന്ന നഷ്ടങ്ങളുണ്ട്. കണക്കെടുപ്പിൽ മാത്രം തിരിച്ചറിയുവാൻ കഴിയുന്ന നഷ്ടങ്ങൾ. ലോകം ആ നഷ്ടങ്ങളെ കുറിച്ച് പറയും, അയ്യേ അത് പോയത് നന്നായി, പോയിക്കോട്ടെ. എന്നാൽ മറ്റു ചില നഷ്ടങ്ങളുണ്ട്. ഹൃദയത്തിനകത്ത് ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ, ഉറങ്ങുവാൻ കഴിയാതെ, മുൻപിലുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചേരുമാറാക്കുന്ന, കഴിച്ചാൽ വിശപ്പ് മാറുന്നില്ല, കുടിച്ചാൽ ദാഹം തീരുന്നില്ല. അയ്യോ, അവനില്ലാത്ത, അവളില്ലാത്ത, അവരില്ലാത്ത, ആ നന്മയുടെ വഴിയില്ലാത്ത, ആ നല്ലതൊന്നുമില്ലാത്ത, എനിക്കൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത്, എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ പോകുമെന്ന് ഗതിയെ നിർണയിക്കുന്നത്, അതൊന്നുമില്ലാതെ എന്തിന് ജീവിക്കണം? മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമാറാക്കുന്ന നഷ്ടം. കണക്കെടുക്കുകയൊന്നും വേണ്ട. ഓരോ നൊടിയിലും ആ നഷ്ടം വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഞാൻ നഷ്ടപ്പെട്ടവളാണ്, ഞാൻ നഷ്ടപ്പെട്ടവനാണ്. ലോകം പറയും, പോയി, പോട്ടെ, ഇപ്പോ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. മനോഹരമായൊരു വാക്ക അല്ലേ? നിനക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. അതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്. നീ അതിനൊന്നും യോഗ്യനല്ല. നിന്റെ കുടുംബം അവിടെ ആ നിലകളിലൊന്നും എത്തേണ്ട കുടുംബമല്ല. നിങ്ങളൊക്കെ അങ്ങനെ നന്നായി ജീവിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഏത് അത് തന്നെ. ലോകം അങ്ങനെ പറയും. കണക്കെടുപ്പിൽ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന നഷ്ടങ്ങൾ, ജീവിതത്തിന്റെ ഓരോ നൊടിയിലും കുത്തി വേദനപ്പെടുത്തി മരണത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ. അതെ, തിരികെ പിടിക്കുവാൻ, തിരികെ പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നുറച്ചായിരിക്കുന്ന ലോകം അത് പോട്ടെ, അതേക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നഷ്ടങ്ങളെ നോക്കി പകച്ചായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ നഷ്ടം വലുതാകട്ടെ, നിങ്ങളുടെ നഷ്ടം ചെറുതാകട്ടെ, നിങ്ങളുടെ നഷ്ടം നിങ്ങളെയും മറ്റുള്ളവരെയും എങ്ങനെ ബാധിക്കുന്നതോ ആകട്ടെ, അത് എൻ്റെ യേശു നിങ്ങൾക്ക് തിരികെ തരും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ലോക മനുഷ്യന് അത് പോണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അയ്യോ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുമാറാക്കുന്ന നഷ്ടമായിരിക്കാം. എന്നാൽ നിനക്ക് അത് നഷ്ടമായി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ നഷ്ടത്തെ തിരികെ തന്ന് നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനൊപ്പം നീ ആയിരിക്കുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾക്കും കാരണമായെന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ സത്യമായും സന്തോഷിക്കുന്നു. ഒപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പലരും പലപ്പോഴും പറയാറുണ്ട്, ദൈവദാസനെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, അയ്യോ ദൈവം അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഞങ്ങളും പള്ളിയിൽ പോകുന്നവരാണ്, ഞങ്ങളും ഇന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്കും ഇന്ന പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്കും ഇന്ന സഭയുണ്ട്. എന്നിട്ടും ഈ പറയുന്നതൊന്നും അതെ പള്ളിയിൽ പോകുന്നവനെ കുറിച്ചല്ല, പാരമ്പര്യം പറയുന്നവനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവനെ കുറിച്ചാ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം മാറും, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം മാറും. അതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറുവാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഞാൻ അറിയിച്ചു.
തുടർന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവചന ദൂത് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കും. നഷ്ടം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് നമ്മൾ തിരികെ പ്രാപിക്കും. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. അതെ, നിങ്ങളെക്കുറിച്ചാണ് അടുത്ത ആഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം പ്രവർത്തിച്ച ആ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞവർ എന്ന് ഞാൻ പറയുവാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുവാൻ തയ്യാറാണോ? യേശു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും. അതെ, ഞാൻ ഇന്ന് അത്ഭുതം കാണും. അടുത്ത ആഴ്ച എന്നെക്കുറിച്ച് ദേവദാസൻ സംസാരിക്കും. എൻ്റെ സാക്ഷ്യം ഞാൻ ദേവദാസനുമായി പങ്കുവയ്ക്കും. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും. വലിയ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ധ്യാനം അല്പമായി മുൻപോട്ട് പോകുവാനായി പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഏറെ പേർക്ക് എന്നെക്കാൾ സുപരിചിതമാണ്. സുപരിചിതരായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ചിലർ അപരിചിതരായിരിക്കാം. നിങ്ങളോട് പറയട്ടെ, 3 മനോഹരമായ അനുഗ്രഹീതമായ ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കുകയാണ്. നിങ്ങൾ കേട്ട പ്രവചന ദൂതിൻ്റെ സാക്ഷാത്കാരമായി മാറുവാൻ വേണ്ടി. അതെ, ഞാൻ വിശ്വസിക്കുന്നു അന്ന് ആ ശിഷ്യന്മാർക്ക് വേണ്ടിയല്ല കർത്താവ് ഈ ഉപമ പറഞ്ഞത്. ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ഉപമകൾ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഒന്നാമത്തെ ഉപമയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇടയനാണ്. ഇടയനായതുകൊണ്ട് തന്നെ ആ മനുഷ്യന് 100 ആടുകളുണ്ട്. ഒത്തിരി, 100 അതൊരു വലിയ സംഖ്യയാണ്. 100 ആടുകളുണ്ട്. 100 ആടുകളുള്ള ഒരിടയൻ. ആ ഇടയന്റെ 100 ആടുകളിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോയി. 100 ആടിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോയി. നോക്കൂ, ആ ഇടയന് ഇങ്ങനെ ചിന്തിക്കാം, ഒരാടല്ലേ, പോയെങ്കിൽ പോട്ടെ, ബാക്കി 99 ഉണ്ടല്ലോ. അതിൽ ഗർഭിണികളായ ആട് കാണും, പ്രസവിക്കുവാൻ സമയമായ ആടുകൾ കാണും, പ്രസവിക്കുവാൻ പ്രായമായ ആടുകൾ കാണും, അല്ലേ? ഏറ്റവും പ്രധാനം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പണ്ട് അന്ധകാലത്ത് ആടുകളെ കൂട്ടിലിട്ട് വളർത്തുന്ന പരിപാടിയല്ല, മറിച്ച് ഓരോ സീസണിലും പച്ചപ്പുള്ള പ്രദേശങ്ങളിലേക്ക് അട്ടിടയന്മാർ കൂട്ടമായി തങ്ങളുടെ ആടുകളുമായി സഞ്ചരിക്കും. ഒരു സീസൺ ചിലപ്പോൾ 4-5 മാസങ്ങൾ അവർ നിരന്തരമായ യാത്രയിലായിരിക്കും. പച്ചപ്പുള്ളിടത്ത് പോകും, ആടുകൾ പച്ചപ്പ് ഭക്ഷിക്കും, വെള്ളമുള്ള ഇടത്ത് നിന്ന് ദാഹം തീരുവോളം വെള്ളം കുടിക്കും. ഫ്രഷായിട്ടുള്ള അനുഭവങ്ങൾ, ഫ്രഷായിട്ടുള്ള ഇടയനും ആടുകളും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ നല്ല ഇടയൻ. ഫ്രഷായ അനുഭവങ്ങളിലേക്ക് നടത്തുന്ന നല്ല ഇടയൻ. ഫ്രഷായ മീൻസ് പുതിയ അനുഭവങ്ങൾ കാണുവാൻ, അനുഭവിക്കുവാൻ കഴിയാതെ പലർക്കും ഒരു മടിപ്പാണ്. പഴയ റൊട്ടീൻ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുക. പഴയത് തന്നെ, കഴിഞ്ഞ നാളുകളിൽ എന്താണോ സംഭവിച്ചു കൊണ്ടിരുന്നത് അത് തന്നെ. 1-ാം തീയതി ആകുന്നു, കയ്യിൽ കിട്ടുന്നു, പിച്ചു വലിച്ചു കൊടുക്കുന്നു, മാസാവസാനമാകുന്നു, കടം വാങ്ങുന്നു, പിന്നെ ആ കടം തീർക്കാൻ വേണ്ടി അവിടെ ലോൺ എടുക്കുന്നു, ഇവിടെ ലോൺ എടുക്കുന്നു. അയ്യോ, അത് തന്നെ റൊട്ടീനായി ആവർത്തിച്ച് ലോകം നിങ്ങൾ അങ്ങനെ നടത്തുമ്പോൾ വചനം പറയുന്നു, നല്ല ഇടയൻ നിങ്ങളെ ഫ്രഷായ പച്ചപ്പുള്ള അനുഭവങ്ങളിലേക്ക് നടത്തും. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലെ ആ റൊട്ടീൻ മാറ്റം വരുവാൻ പോകുക, ആവർത്തന വിരസത മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഫ്രഷായത്, പുതുമയുള്ളത്, പച്ചപ്പുള്ളത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. മോളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രഷായ കാര്യങ്ങളെ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. നോക്കൂ, അങ്ങനെ ദീർഘനാളാണ് അവരുടെ ഒരു ജേണി. ആ യാത്രക്കിടയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, പലത് മരണപ്പെട്ടു പോകും. അതിനൊപ്പം തന്നെ എന്ന് കരുതിയാൽ മതി. തിരികെ വരുമ്പോൾ 100 എന്നുള്ളത് 150 ആയി മാറിയേക്കാം ആടുകൾ പേർ. അപ്പോൾ ഈ നഷ്ടമേ അല്ല. മാനുഷ്യമായി ചിന്തിച്ചാൽ നമ്മൾ പറയും, പോട്ടെ, പോണവർ പോട്ടെ, പോയത് പോട്ടെ, അല്ലേ? പക്ഷേ ലോകം അത് പറയുമ്പോൾ, ലോക മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ആ ഇടയൻ പറയും, നോ, ആ ഒന്നിനെ ഞാൻ വിട്ടുകളയത്തില്ല, ആ ഒന്നിനെ ഞാൻ
വിട്ടുകളയത്തില്ല. അതെ, ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിന്നെ അങ്ങനെ എൻ്റെ യേശു വിട്ടുകളയത്തില്ല. ആമേൻ. അങ്ങനെ കൊസ്രാക്കൊള്ളി കാണിച്ച് ഓടിപ്പോയ നിന്നെ, എടാ മോനെ, അങ്ങനെ ഓടിപ്പോയ നിന്നെ എൻ്റെ യേശു വിട്ടുകളയത്തില്ല. എടി മോളെ, അങ്ങനെയൊന്നും നിന്നെ എൻ്റെ യേശു വിട്ടുകളയത്തില്ല. നീ അവൻ്റെ കൂട്ടത്തിലുള്ളതാ. നീ കൂട്ടം തെറ്റിപ്പോയതാ. നിനക്കറിയില്ലെങ്കിലും എൻ്റെ യേശുവിനറിയാം. നീ പോകുന്ന വഴിയിൽ ചെന്നായ്ക്കളുണ്ട്, നീ പോകുന്ന വഴിയിൽ മുൾക്കാടുകളുണ്ട്, നീ പോകുന്നത് അവൻ ജീവനിലേക്കല്ല മരണത്തിലേക്കാണ്. മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു പോകുവാൻ നല്ല ഇടയൻ അനുവദിക്കത്തില്ല. അവൻ നിന്നെ തേടി വരും, നിന്നെ വിട്ടുകളയത്തില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവരൊക്കെ നല്ലവരാണ്, അവരൊക്കെ കഴിവുള്ളവരാണ്, അവരൊക്കെ എല്ലാ നിലകളിലും. പക്ഷേ ഞാനോ, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഇല്ലടാ, എൻ്റെ യേശുവിന് നിന്റെ ആവശ്യമുണ്ട്. സഹോദര, എൻ്റെ യേശുവിന് നിന്റെ ആവശ്യമുണ്ട്. സംഘടനയ്ക്ക് നിന്റെ ആവശ്യമില്ലായിരിക്കാം, വിശ്വാസികൾക്ക് നിന്നെ ആവശ്യമില്ലായിരിക്കാം, ബന്ധുക്കൾക്കും ചർച്ചക്കാർക്കും, അല്ലെ സഹോദരി, അവർക്ക് ആർക്കും നിന്നെ ആവശ്യമില്ലായിരിക്കാം. പക്ഷെ എൻ്റെ യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. അവൻ നിന്നെ നഷ്ടപ്പെടുത്തി കളയത്തില്ല. നോക്കൂ, അതിൻ്റെ പിന്നാലെ, നഷ്ടപ്പെട്ടു പോയ ഒന്നിന് പിന്നാലെ ഇടയൻ്റെ ഒരു യാത്രയുണ്ട്. സ്തോത്രം. അതിനെ കണ്ടുകിട്ടുന്നത് വരെ തേടി നടന്നു. അത് പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത്, അത് തന്നെ നിനക്കത് ചെറുതായിരിക്കാം, പക്ഷേ കർത്താവ് പറയുന്നു എനിക്കത് വലുതാണ്. കാരണം നീ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് നിന്റെ ചെറിയ നഷ്ടങ്ങൾ പോലും എൻ്റെ ദൈവത്തിന് വലുതാണ്. അത് നഷ്ടപ്പെട്ടു പോകുവാൻ, അതെ, ആ വഴി അടഞ്ഞു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോയി, ഓ സ്തോത്രം, അത് പെട്ടുകിടക്കുക, അതിനെ കർത്താവ് തിരികെ കൊണ്ടുവരിക. ആമേൻ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുകിടക്കുന്ന, ചില ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന, ചില ഇടങ്ങളിൽ പെട്ടുപോയതിനെ എൻ്റെ യേശു തിരികെ തരിക. ആമേൻ. സ്തോത്രം. അയ്യോ ചെറുതാണ്, പോണെങ്കിൽ പോട്ടെ. ആഹാ, യേശു അങ്ങനെ സ്പെയർ ചെയ്യത്തില്ല. അവൻ അതിനെ തിരികെ തരിക തന്നെ ചെയ്യും. വേറെ ഒരുപാട് വഴികൾ നിനക്ക് മുൻപിലുണ്ടായിരിക്കാം, ശരിയാണ്, അതെല്ലാം നല്ലതായിരിക്കട്ടെ. എങ്കിലും നഷ്ടപ്പെട്ടു പോയതിനെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരും. അത് നഷ്ടമായി, അതെ, അത് നഷ്ടപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവളായി, അവർ നഷ്ടപ്പെട്ടവളായി നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. തുടർന്ന് രണ്ടാമത്തെ ഉപമ, 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീ. അവളുടെ 10 ദ്രഹ്മയിൽ നിന്ന് 1 ദ്രഹ്മ അഥവാ പണം നഷ്ടപ്പെട്ടു പോയി. 1 പണം നഷ്ടപ്പെട്ടു പോയി. 10ൽ നിന്ന് 1 അല്പം ചിന്തനീയമായ കാര്യമാണ്. 100ൽ നിന്ന് 1 പോയാൽ പോട്ടെ, പക്ഷെ 10ൽ നിന്ന് 1 പോയാൽ എന്നെ അവിടെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇരട്ട സംഖ്യയിൽ നിന്ന് ഒറ്റ സംഖ്യയിലേക്ക് വന്നു. ആമേൻ. ആരോ വേദനയോടെ പറയുന്നുണ്ട്, അതെ, സൈബർ മാറി, പൂജ്യങ്ങൾ കുറഞ്ഞു, ലക്ഷങ്ങളിൽ നിന്ന് 10,000-ങ്ങളിലേക്ക്, 10,000-ങ്ങളിൽ നിന്ന് 1000-ത്തിലേക്ക്. നിന്റെ സാലറി ഡിക്രീസ് ചെയ്യുക, സാലറി കുറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ പ്രശ്നമല്ല, എങ്കിലും നിനക്കതറിയാം. ഇങ്ങനെ തുടർന്നാൽ അധികം നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. കേൾക്ക്, അവിധത്തിൽ നഷ്ടപ്പെട്ടവളായി നിന്റെ ജീവിതം മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ കുറവിനെ, സ്തോത്രം, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിഹരിക്കുവാൻ, ആ നഷ്ടപ്പെട്ടു പോയ സൈബേഴ്സിനെ നിന്റെ സാലറിക്കൊപ്പം ചേർത്ത് വയ്ക്കുവാൻ എൻ്റെ ദൈവം മതിയായവൻ. വിശ്വസിക്ക് സഹോദര, സഹോദരി, ആ കുറവിനെ കർത്താവ് മാറ്റുക. ഓ സ്തോത്രം. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ആ കുറവിനെ, വരുമാനത്തിൽ വന്ന കുറവിനെ, സ്തോത്രം, ആ നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് തിരികെ തരിക. സ്തോത്രം. നീ ഒരു പക്ഷേ ചിന്തിക്കാത്തൊരു കാര്യം എൻ്റെ കർത്താവ് ചിന്തിക്കുന്നുണ്ട്. ഇരട്ട സംഖ്യയിൽ നിന്ന് ഒറ്റ സംഖ്യയായി. ഇനി വേഗത്തിൽ അത് ശൂന്യമാകുവാൻ സാധ്യതയുണ്ട്. അല്ല, പിശാച് അതിനുവേണ്ടി തുറന്നു വെച്ച വഴിയാണിത്. 1 നഷ്ടപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കും, അത് പോയി, അത് സന്തോഷമായി ജീവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങൾക്കും നോ, അങ്ങനെ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു വഴി അടഞ്ഞു, അടുത്തതടഞ്ഞു, അവസാനം നീ എല്ലാം പോയി എന്ന് പറഞ്ഞു. ആഹാ, കർത്താവ് അനുവദിക്കത്തേ ഇല്ല. നോക്കൂ, ആ സ്ത്രീ വീട്ടിനകമൊക്കെ അടിച്ചു വൃത്തിയാക്കി,
ചപ്പ് ചവറുകളൊക്കെ നീക്കി അതിനെ കണ്ടെത്തി. ചപ്പിനും ചവറിനും ഇടയിൽ പെട്ടുപോയതിനെ ആ സ്ത്രീ കണ്ടെത്തി. എവിടെ അത് പെട്ടുപോയാലും, എവിടെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് സ്റ്റക്കായി നിന്നാലും എൻ്റെ ദൈവം അതിനെ തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ, നഷ്ടപ്പെട്ടു പോയ നിന്റെ സന്തോഷത്തെ, നഷ്ടപ്പെട്ടു പോയ നിന്റെ അനുഭവങ്ങളെ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ബന്ധങ്ങളെ എൻ്റെ യേശു തിരികെ തരും. ആമേൻ. കർത്താവ് പറയത്തില്ല പോയത് പോട്ടെ, അല്പം സങ്കടത്തോടെ ആണെങ്കിലും ഞാൻ മറക്കാൻ ശ്രമിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വേഗത്തിൽ പറയട്ടെ. മൂന്നാമതായി ക്ലാസിക്കൽ ഉപമ. ആമേൻ, സ്തോത്രം. യേശു പറയുക, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പറയും, 100-1 പോയി, നഷ്ടം 100-1. 10-1 പോയി, നഷ്ടം 10-1. 2 മക്കളിൽ 1 പോയി, നഷ്ടം 2-1 എന്താ 2-1 ആ പറഞ്ഞത് മക്കളുള്ള അമ്മയപ്പന്മാരല്ല, മക്കളാകാത്തവരാ. മക്കളുള്ള അമ്മയപ്പന്മാർ പറയത്തില്ല. ആമേൻ. 10 മക്കളുണ്ടെങ്കിലും 100 മക്കളുണ്ടെങ്കിലും മക്കളെല്ലാം സ്പെയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു മകന് പകരം മറ്റൊരു മകനല്ല, അല്ലേ? അതാ നിന്റെ സങ്കടം. പലരും പറയുന്നുണ്ട്, ആ ചെറുക്ക അങ്ങനെ തലതിരിഞ്ഞെങ്കിൽ എന്താ, മറ്റവരുണ്ടല്ലോ. ആമേൻ. മക്കൾക്ക് പകരം വേറൊന്നും ആവത്തില്ല. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ മക്കളില്ലാതെ കരയുന്ന ഹന്ന, ആ ഹന്നയുടെ അടുക്കൽ പോയിരുന്നിട്ട് എൽക്കാനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടിയെ ഹന്നായേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നോക്ക്, 10 മക്കളെക്കാൾ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നേ, 10 മക്കളെന്ന് പറയുമ്പോൾ എൽക്കാന പെനീന എന്ന തൻ്റെ മറ്റൊരു ഭാര്യയും മക്കളെയുമായിരിക്കാം ചൂണ്ടിക്കാണിച്ചത്. അവൾക്ക് 10 മക്കളുണ്ടല്ലോ. അവന്മാരെവിടെ കിടക്കുന്നു? അവന്മാരെക്കാളും ഞാൻ മക്കളെന്ന സ്ഥാനത്ത് നിന്ന് തരാം. അയ്യോ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര സന്തോഷകരമായ കാര്യം മാനുഷ്യമായി ചിന്തിച്ചാൽ. പക്ഷേ ആ അമ്മ പറയും, ഭർത്താവ് മക്കൾക്ക് പകരം ആകത്തില്ല, മക്കൾക്ക് പകരം മറ്റൊന്നും ആകത്തില്ല. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും, ഇത് നിന്റെ ദിവസമാണ്. ആമേൻ. ഇന്ന് നീ ഈ ശബ്ദം കേൾക്കുന്നത് നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ പദ്ധതിക്കകത്തേക്ക് നീ പ്രവേശിച്ചതുകൊണ്ടാണ്. കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലത്തെ നൽകി നിന്നെ മാനിക്കുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, സ്തോത്രം. നഷ്ടപ്പെട്ടു, വലിയ നഷ്ടമാണ്. പകരം മറ്റൊന്നുകൊണ്ടും പറ്റത്തില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ മകൻ തിരികെ വന്നപ്പോൾ ആ അപ്പൻ തന്നയ്ക്കൊപ്പം വീട്ടിനകത്തുണ്ടായിരുന്ന മകനേക്കാളധികം ആ മകനെ ആനന്ദത്തിൽ ആറാടിപ്പിച്ചത്. കാരണം ആ മകന്, നഷ്ടപ്പെട്ട മകൻ തൻ്റെ ജീവിതം തന്നെയാണ്. ആ മകനില്ലാത്ത ജീവിതം ആ പിതാവിനറിയാം. എന്നെ കേൾക്കുന്ന പല അമ്മമാരെ കരയുന്നുണ്ട്, വഴിതെറ്റിപ്പോയ, അകന്നുപോയ മക്കളെക്കുറിച്ച് ഓർത്ത്. കേൾക്ക്, ലോകം പറയും അവൻ പോട്ടെ, അവൾ പോട്ടെ. കർത്താവ് പറയും, അവനെ ഞാൻ വിടത്തില്ല, അവളെ ഞാൻ വിടത്തില്ല, നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറയെ നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ മകളെ എൻ്റെ യേശു തിരികെ തരും. പ്രാർത്ഥിക്ക്. അവരായിരിക്കുന്ന സ്ഥാനത്ത് ഏത് അവസ്ഥയിൽ അവരായിരുന്നാൽ, നോക്കൂ, ഈ ചെക്കൻ പോയിട്ട് പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്തു. പന്നി യഹൂദനെ സംബന്ധിച്ച് നിഷിദ്ധമായൊരു മൃഗം. അതിൻ്റെ അവിടെ തന്നെ. അയ്യോ, ഞാനൊരു വിശ്വാസിയാണല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണല്ലോ, ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സന്താനം എൻ്റെ ജീവിതത്തിൽ. അയ്യോ, അത് തന്നെ, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ, എനിക്ക് അതാ സങ്കടം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. അവനൊരു ദൈവ പൈതലല്ലേ, അത് ഓർക്കണ്ടേ? അവൻ്റെ അമ്മ, ഞാൻ പള്ളിയിൽ പോകുന്നവളല്ലേ, അവൻ സ്നാനപ്പെട്ടതല്ലേ, അവൻ കുഞ്ഞുനാളിലെ ദൈവത്തിൻ്റെ സന്നി. ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്തത് അറിയാം അല്ലേ? യഹൂദന് നിഷിദ്ധമായത് അവൻ ചെയ്യുക. നിന്റെ മക്കൾ ചെയ്യുവാൻ പാടില്ലാത്തത്, മദ്യത്തിൽ, മയക്കുമരുന്നിൽ, ലഹരികളിൽ, കൂട്ടുകെട്ടുകൾ, അയ്യോ പെട്ടുപോയി. ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുന്നു, പറയുവാൻ പാടില്ലാത്തത് പറയുന്നു. നോക്കൂ, ദൈവം അവിടെ ഒരു ക്ഷാമം വരുത്തി ആ മകനെ മടക്കി കൊണ്ടുവന്നു. ആമേൻ. നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് ക്ഷാമം വരുത്തി എൻ്റെ ദൈവം അവരെ തിരികെ കൊണ്ടുവരും. ആമേൻ. തിരിച്ചറിയ, അവർ തിരികെ വരിക.
എൻ്റെ കർത്താവിനറിയാം നിന്റെ നഷ്ടം എത്ര വലിയതെന്ന്. അതെ, നീ നഷ്ടപ്പെട്ടവനായിരിക്കുവാൻ, നീ നഷ്ടപ്പെട്ടവനായി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. നഷ്ടം ചെറുതാകട്ടെ വലുതാകട്ടെ. അപ്പോൾ ചോദിക്കും, ദൈവദാസനെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വേദനയുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്, നിരാശയുണ്ട്. അറിയാം, അതിനെ എങ്ങനെയാണ് ദൈവം കവർ ചെയ്യുന്നത്? ചോദിക്കുക, എങ്ങനെയാണ് ദൈവം കവർ ചെയ്യുന്നത്? ചുമ്മാ അത് കിട്ടിയാൽ പോരാ. നോക്കൂ, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോബ് നഷ്ടപ്പെട്ടവനായി. നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം യോബും ചോദിക്കും. ഇത്രമാത്രം ഞാൻ കരയേണ്ടി വന്നു, നിരാശ അനുഭവിക്കേണ്ടി വന്നു, വേദന അനുഭവിക്കേണ്ടി വന്നു. നഷ്ടപ്പെട്ടത് തിരികെ തന്നാൽ കാര്യം നടക്കുമോ? കർത്താവ് പറയും, നോ, ആ നഷ്ടത്തെക്കുറിച്ച് നീ ഓർക്കാതിരിക്കുവാൻ തക്കവണ്ണം നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി ഞാൻ നിനക്ക് തിരികെ തരും. അതെ, നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയായി തിരികെ തന്ന് ആ നഷ്ടപ്പെട്ട സമയത്ത് നീ അനുഭവിച്ച വേദനയ്ക്കും നിരാശയ്ക്കും കണ്ണുനീരിനും അറുതി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനൊപ്പം നീ ആയിരിക്കുന്നു. അതെ, നീ മറക്കും വിധത്തിൽ ഇരട്ടിയായി സഹോദരി സന്തോഷമായി സമാധാനമായി ഭർത്താവിനൊപ്പം ജീവിക്കേണ്ട സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി കോടതി കയറി അയ്യോ നഷ്ടപ്പെട്ടു. ഇതിന് പകരം എന്ത്? ഓർക്കുവാൻ, അതേ കെടുകാലം ഓർക്കുവാൻ പോലും ഇടവരാത്ത വിധത്തിൽ എൻ്റെ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായത് നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നിന്റെ ഭർത്താവിനെ തിരികെ നൽകി എൻ്റെ കർത്താവ് നിനക്ക് തരും. ആമേൻ. നിന്റെ ഭാര്യയെ തിരികെ തന്ന്, നിന്റെ മക്കളെ തിരികെ തന്ന്, നിന്റെ ആരോഗ്യത്തെ തിരികെ തന്ന്, നീ ആശുപത്രികൾ ചിലവഴിച്ച സമയത്തിന്, ആശുപത്രികൾ കയറി ഇറങ്ങിയ അനുഭവങ്ങൾക്ക്, അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ഇരട്ടിയായി തന്നു. തീർന്നില്ല. ദൈവം അങ്ങനെ ഇരട്ടി കൊണ്ട് നിർത്തുന്നവനല്ല കേട്ടോ. നോക്കൂ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 ഇരട്ടിയായി കള്ളൻ കവർന്നെടുത്തത് 7 ഇരട്ടിയായി, നിങ്ങളിൽ നിന്ന് കവരപ്പെട്ടത് ഇരട്ടിയായി 7 ഇരട്ടിയായി തിരികെ തരുന്ന ഒരു കർത്താവ്. നിങ്ങൾ അത് പോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാലും, അയ്യോ അവർ പോയതുകൊണ്ട്, അവൻ പോയതുകൊണ്ട്, അവൾ പോയതുകൊണ്ട് ഞാൻ ഇനി എന്തിന് ജീവിക്കണം എന്ന് ചോദിക്കും വിധത്തിൽ മരണത്തെ പ്രതീക്ഷിക്കുന്ന നിലയിൽ നഷ്ടം നിങ്ങൾ അത്രമാത്രം ബാധിച്ചതായിരുന്നാലും കേൾക്ക്, ദൈവം ഇരട്ടിയായി 7 മടങ്ങായി അതിനെ നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ ആ തൊഴിലിനെ കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നു, വിശ്വാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്ക് സഹോദര. ഇരട്ടിയായി എൻ്റെ യേശു അത് നിനക്ക് തിരികെ തരും. ആമേൻ. 7 മടങ്ങ് അധികം നീ പ്രാപിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക. താങ്ക് ലോർഡ്. ആമേൻ. ഇരട്ടിയായി നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഇരട്ടിയായി നൂറുകണക്കിന് സാക്ഷ്യങ്ങളിൽ ഞങ്ങൾ ജീവിക്കുന്നു. പ്രൈസർ ഫാമിലി എന്ന സഭയുടെ ശുശ്രൂഷകനായി ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ആ സഭ, പ്രൈസർ ഫാമിലി ആവർത്തിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ഞങ്ങളിലൂടെ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നീ നഷ്ടപ്പെട്ടവനായി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതുതന്നെ, നീ നഷ്ടപ്പെട്ടവനായി, കുഞ്ഞുമക്കളെ, നിങ്ങൾ നഷ്ടപ്പെട്ടവരായി, നിങ്ങൾ പരാജിതരായി, നിങ്ങൾ തല കുനിഞ്ഞവരായി, ലജ്ജയ്ക്കും അപമാനത്തിനും നിന്ദയ്ക്കും കാരണമായി അങ്ങനെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഒന്ന് ചോദിച്ചവൾക്ക് 6 നൽകിയ കർത്താവ്. ആമേൻ. ഹന്നായ്ക്ക് 6 നൽകി മാനിച്ച കർത്താവ്. എൽക്കാനയോട് പോയി പണി നോക്കാൻ പറഞ്ഞ കർത്താവ്. ലോകത്തിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. എൻ്റെ ദൈവത്തിന് ആ നഷ്ടങ്ങളെ നികത്തുവാൻ കഴിയും. എന്തെങ്കിലും തന്ന് ഇതെങ്കിലും കിട്ടിയല്ലോ ആശ്വസിക്കുക എന്ന് പറയുന്ന ആ പരിപാടി ദൈവം കാണിക്കത്തില്ല. ഇരട്ടിയായി 7 മടങ്ങായി അത് തിരികെ തരും. ആ നഷ്ടപ്പെട്ടു പോയ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നു, കേൾക്ക്. 7 മടങ്ങ് ശ്രേഷ്ഠമേറിയ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം എൻ്റെ കർത്താവ് നിന്റെ കുഞ്ഞിന് തരും യേശുവിൻ നാമത്തിൽ. ആ ഭവനം നഷ്ടപ്പെട്ടു, അയ്യോ അതിലും മനോഹരമായ ഭവനം എൻ്റെ യേശു നിനക്ക് തരും. അവിടെ ആ കണ്ണായ സ്ഥലത്ത് വസ്തു നഷ്ടമായി പോയി, അതിലും നല്ലത് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കെ കർത്താവ് ആ നഷ്ടത്തെ നികത്തുക തന്നെ
ചെയ്യും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ അത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയും. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളാകും. അതേ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആത്മീയ ആരാധന നഷ്ടപ്പെട്ടവളായി ആയിരിക്കുന്നുവെങ്കിൽ കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കുടുംബമായി കടന്നു വരിക. പ്രാപിച്ച് നിങ്ങളെ മടക്കുമാറാക്കുന്ന ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ട്. അതെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ലിങ്കുകൾ അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വൈകുന്നേരം 3 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ കൂട്ടായ്മയുടെ 2ാമത്തെ സെക്ഷൻ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡുണ്ട്. അതിൻ്റെ തൊട്ടുപുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിനടുത്ത് കടന്നു വരിക. അനുഗ്രഹം പ്രാപിക്കുക. കണ്ണടച്ചു. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ എല്ലാ നഷ്ടങ്ങളും മനുഷ്യരും പിശാചും ഇവരിൽ നിന്ന് കവർന്നെടുത്തത് സകലത്തെയും ഒരണുപോലും കുറയാതെ അങ്ങ് തിരികെ നൽകി മാനിക്കണമേ. ഇവരിലെ ജോലിയില്ലാത്തവരെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. തൊഴിലില്ലായ്മ മുഖാന്തരം അനുഭവിക്കുന്ന നിന്നയും നിരാശയും മാറിപ്പോകട്ടെ. യേശുവേ, ലഭിക്കേണ്ട നന്മകൾ ജോലി ചെയ്ത് അധ്വാനിച്ച് അതിൻ്റെ ഫലം തിരികെ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ അധ്വാനത്തിനൊത്തവണ്ണമുള്ളത് തിരികെ ലഭിക്കട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിക്കട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രൊമോഷന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ജോലി സ്ഥിരത ഉണ്ടാകട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ നൽകി മാനിച്ചാട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം യേശുവേ ഇവർക്ക് മുമ്പിൽ വഴികളെ തുറക്കണമേ. കടഭാര മുഖാന്തരം കുടുംബമായി ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ഭയപ്പെടുന്ന ആ നഷ്ടത്തെ നികത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും. പ്രാർത്ഥിക്കുക. കോണ്ടാക്ട് ചെയ്യും. കർത്താവ് നിനക്കൊപ്പമുണ്ട്. യേശുവിൻ നാമത്തിൽ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ആഗ്രഹിച്ചായിരിക്കുന്നവർ യേശുവേ വഴികൾ വാതിലുകൾ തുറക്കണമേ. വിസ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. കാമകൾ അടിച്ചു കിട്ടട്ടെ. വിദേശ രാജ്യങ്ങളിൽ പല പല പ്രതിസന്ധികൾ ജോലി സംബന്ധമായി അനുഭവിക്കുന്നവർ അപ്പനങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. നല്ല സ്പോൺസർമാരെ ലഭിക്കട്ടെ. സ്ഥിരമായ ജോലികൾ ലഭിക്കട്ടെ. ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന വിശാലത ഉണ്ടാകട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ എഴുതുവാനായിരിക്കുന്നവർ നല്ല റിസൾട്ടുകളും വർധനവും നൽകി മാനിക്കണമേ. അപ്പോൾ ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഇപ്പോഴും തലവേദന മുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവേ അങ്ങ് സൗഖ്യമാക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കുക. കാല് രണ്ടും മരവിച്ചായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ താങ്ക് യു. ആരോഗ്യത്തെ കർത്താവ് തിരികെ തരിക. എല്ലാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ജനിതക രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ, കുടുംബജീവിതങ്ങൾ തകർന്ന് നിരാശയോടെ ആയിരിക്കുന്നവർ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൊത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. എല്ലാ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഭവനങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. മക്കൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കൾ അച്ചടക്കത്തോടെ വളരട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ അങ്ങ് തുറന്നാട്ടെ. അവർ കർത്താവിനുള്ളവരായി മാറട്ടെ. ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വീടുകൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ വേലയിലേക്ക് തീരുമാനമെടുത്ത് ആമേൻ ഇറങ്ങി. എന്നാൽ പലതും അത് മുഖാന്തരം നഷ്ടപ്പെട്ടായിരിക്കുന്നു. ഉറപ്പാ തിരികെ നൽകിയാട്ടെ. നഷ്ടങ്ങളെ നികത്തുന്ന അങ്ങയുടെ അത്ഭുത പ്രവൃത്തി അവർ അനുഭവിക്കട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, സിവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ, നീതിയുള്ള ന്യായാധിപതിയെ ഇവർക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തണമേ. സ്വപ്നങ്ങൾ പോലും കൊള്ളയടിക്കപ്പെട്ടായിരിക്കുന്നവർ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തിരികെ നൽകി ഇവരെ അങ്ങ് മാനിക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.